ഗൈസ് മൈൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലോട്ട് എന്താണ് വരുന്നത്? എനിക്ക് ഭ്രാന്തെടുത്തിരിക്കുകയായിരുന്നു ഗൈസ്, എന്ത് കോണ്ടന്റ് ചെയ്യണം, വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചോണ്ടിരുന്നപ്പോ ഗൈസ് കുറെ കാലമായിട്ട് എന്റെ ആഗ്രഹം, വർഷയുടെ ആഗ്രഹമായിട്ടുള്ള 2-3 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ മഞ്ഞ് കാണുക എന്നുള്ളതാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ രണ്ടാമതായിട്ട് പിന്നെ പറഞ്ഞു തരാം. പക്ഷേ ഗൈസ് ഞാൻ എന്റെ ജീവിതത്തിൽ 32 വർഷമായിട്ട് മഞ്ഞെന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടില്ല. അതായത് മറ്റേ സ്നോ കയ്യിൽ ഉരുട്ടിയെടുത്ത് തിന്നാൻ പറ്റുന്നത്, എറിയാൻ പറ്റുന്നത് സ്നോ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ വിചാരിച്ചു ഗൈസ് സ്നോ കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. ഫോൺ എടുത്ത് നാളെ രാവിലെ 5 മണിക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് നേരെ ഡൽഹിയിലോട്ട്. എനിക്ക് അവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ, അത് കഴിഞ്ഞ് ആരെ കാണണമെന്ന് അറിഞ്ഞുകൂടാ, ഏത് റൂട്ടിൽ പോയാൽ മഞ്ഞുണ്ടെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് ഇത്ര മാത്രം അറിയാം, നോർത്ത് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ മഞ്ഞ് കിട്ടും. അങ്ങനെ ഞാനും വർഷയും കൂടെ മഞ്ഞ് കാണാൻ ഇറങ്ങി തിരിക്കാൻ പോവാണ് ഗൈസ്. ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല, ആരടുത്തും പറഞ്ഞിട്ടില്ല, സീക്രട്ട് ആണ്. അച്ഛൻ്റെ അടുത്ത് പോയി പറയാം നമ്മൾ നോർത്ത് ഇന്ത്യയിലോട്ട് പോവുകയാണെന്ന്. അച്ഛൻ അച്ഛൻ ശരിക്കും ഹാപ്പിയാവും. അതെ, നീ മഞ്ഞോ എന്ത് തേങ്ങയോ കണ്ടോ, നോർത്ത് ഇന്ത്യ കണ്ടിട്ട് പോവാ എന്നായിരിക്കും അച്ഛൻ പറയാൻ പോണത്. അപ്പൊ ഒറ്റ മൈൻഡിൽ ഞാൻ ഇതാ വൈകുന്നേരം എടുത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്ത് രാവിലെ ഇറങ്ങാൻ പോവാ ഗൈസ്. ഒന്നും അറിയണ്ട, നമ്മൾ പോയിരിക്കും. ഒരു സാധനവും പാക്ഡ് അല്ല, ഒന്നും വാങ്ങിയില്ല, തണുപ്പത്തിലുള്ള ഒരു സാധനവും ഇല്ല. അതൊക്കെ ഇനി പോവേണ്ടി വരും. ആദ്യം പോയി അച്ഛൻ്റെ അടുത്ത് സന്തോഷ വാർത്ത പറയാം. മാഡം അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോയി പറയാമായിരുന്നു. നിന്റെ ആദ്യത്തെ നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് അല്ലേ, എക്സൈറ്റ്മെന്റ് ഉണ്ടാ? ഗൈസ് പാക്ക് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഞാൻ നോക്കിയപ്പോ ആദ്യം ഒരു 18 പെട്ടിയും പാക്ക് ചെയ്ത് വെച്ചോണ്ട് നിൽക്കണം. പക്ഷെ ഇത് അങ്ങനത്തെ ട്രിപ്പ് അല്ലടാ, നമ്മള് ബാക്ക് പാക്കിംഗ് ട്രിപ്പാണ്. അപ്പൊ ബാക്ക് പാക്കിംഗ് ട്രിപ്പിന് നമ്മൾ ഈ ഒരു ബാഗ്, അതെ ഗൈസ്, നമ്മൾ മേഘാലയയും ആസാമും കറങ്ങി എന്റെ ബാഗ് ഞാൻ കവർന്ന് പുറത്തെടുത്ത് പുറത്ത് വെച്ച് ആ ബാഗും കൊണ്ട് പോകുമ്പോഴത്തേക്കും ഇത്ര സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. കണ്ടോ, ഈ പെട്ടി, ഈ പെട്ടി, ഈ പെട്ടി, പിന്നെ സാധനങ്ങൾ നമ്മൾ ഇനി വാങ്ങണം, ഡ്രസ്സ് എടുക്കണം. ഒരു ഐഡിയ ഇല്ല. ആദ്യം അച്ഛനടുത്ത് പോകണം. കമോൺ ഗൈസ്. അച്ഛാ, ഹലോ അച്ഛാ. അച്ഛാ നാളെ രാവിലെ ഞങ്ങൾ ഡൽഹിക്ക് പോവുകയാണ്. ഞാൻ എനിക്കൊരു സംശയം അടിച്ചു. എന്താ അതെ, ഞങ്ങൾ എന്തിനാണ് പോകുന്നതെന്ന് അറിയാവോ? മഞ്ഞ് കാണാൻ. അപ്പൊ എവിടെ മഞ്ഞുണ്ടോ അവിടം വരെ പോകും. ഹിമാചലിൽ മഞ്ഞുണ്ടോ? ഉത്തരാഖണ്ഡിൽ മഞ്ഞുണ്ടോ അച്ഛാ? ഉത്തരാഖണ്ഡിൽ ഞാൻ പോയിട്ടില്ല. ഏറ്റവും കൂടുതൽ ഹാപ്പി അപ്പൊ പനിയൊന്നും പിടിക്കാതെ ശ്രദ്ധിക്കണം. അതെ അതെ, ഇപ്പൊ പോവാ അച്ഛാ തണുപ്പത്തിലാളെ 2 ഡ്രസ്സ് മേടിക്കാനായിട്ട്. അതെ. ഓ, അപ്പൊ പുതിയ എയർ ഇന്ത്യയുടെ ഒരു ഫ്ലൈറ്റ് അച്ഛാ ബുക്ക് ചെയ്ത്. അച്ഛാ രാവിലെ 5 മണിക്ക് ഫ്ലൈറ്റ്. അപ്പൊ ആരെങ്കിലും കൊണ്ടായി തരണം. സന്ദീപിനെ വിളിക്കാം. സന്ദീപിനെ വിളിച്ചിട്ട് എന്താ വെച്ചാ നമ്മുടെ ഗിരീശന്റെ മോൻ കണ്ണനില്ലേ, കണ്ണന്റെ വിവാഹം. ഓ ആണോ? നാളെയോ? അടിപൊളി. അപ്പൊ കണ്ണാളിയ, ഹാപ്പി മാരീഡ് ലൈഫ്. ഞാൻ ഒറ്റ മൈൻഡിൽ ഡൽഹിക്ക് പോവാടാ, അതുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റൂല. അമ്മ നാളെ രാവിലെ ഞാൻ ഡൽഹിക്ക് പോകണം. ഓ ചുമ്മാ. ഓ 5 മണിക്ക് ഫ്ലൈറ്റ്. അപ്പൊ 3 മണിക്ക് ഇറങ്ങണം. അമ്മ ഞങ്ങള് മഞ്ഞ് കാണാൻ പോവാണ്. അമ്മ കണ്ടിട്ടുണ്ടോ മഞ്ഞ്? ആ മഞ്ഞല്ല അമ്മ, സ്നോ. ഉരുട്ടി എടുക്കാൻ പറ്റണതേ അമ്മ. പൊളിക്കൂലേ? പെട്ടെന്നായി പോയല്ലേ? എന്താ അച്ഛാ? ഇല്ല, ഹിമാചലിൽ പോയിട്ടുണ്ടോ അച്ഛാ? സത്യം അമ്മ, സത്യമായിട്ടും പോണ്. 9,800 രൂപ. ആണോ? ഞാൻ നോക്കിയപ്പോ 9,800 രൂപ. 2 പേർ കൂടെ എല്ലാം കൂടെ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 21,000 രൂപയ്ക്കല്ല, എല്ലാം സെറ്റായി. 2 and 4 അല്ല, 2 മാത്രം. എന്തോ അമ്മ, അമ്മയ്ക്ക് ചുമ്മാ എറണാകുളത്ത് പോണെന്ന് പറയണ കൈപ്പോയല്ലേ? അച്ഛാ മഞ്ഞ് എവിടെ ഉണ്ടോ അവിടം വരെ ഞങ്ങള് പോകും. മഞ്ഞ് കണ്ടിട്ടേ വരുവുള്ളൂ. ഇനി സെറ്റ് അല്ലേ അമ്മ? എന്താ നോക്കാം. മരുന്ന് കഴിച്ച് മാറ്റാൻ നിൽക്കരുത്. നിങ്ങൾ പ്രിക്കോഷൻ. ഞാൻ ഇവിടെ ആലോചിക്കുകയാണ്, നാളെ രാവിലെ ഞങ്ങൾ കല്യാണത്തിന് പോകണം, എന്ത് പേർക്ക് റെഡിയാക്കാന്ന്. ഇല്ല ഇപ്പൊ വിളിക്കാം. അവന് ആരും പറഞ്ഞിട്ടില്ല. ഓക്കെ. പിന്നെ അക്കോമഡേഷൻ ഒക്കെ ബുക്ക് ചെയ്തോ? അക്കോമഡേഷൻ ഇല്ല, ഒന്നുമില്ല അച്ഛാ. ടിക്കറ്റ് മാത്രം ഉണ്ട് എന്റെ. ഈശ്വരാ, ഡൽഹി പോയിട്ട് ഞാൻ എന്തിനു ചെയ്യും? ഡൽഹിയിലല്ലേ പോകുന്ന?
ഓ നീ പേടിക്കാൻ. അല്ല, കൂട്ടുകാരന്മാരൊന്നും വിളിക്കണല്ലേ ഞാൻ. ഇതല്ലാതെ നമ്മളുടെ ഒരു എക്സ്പ്ലോറേഷൻ പോക്കാണ്. എന്നാലും അവരെ അറിയിക്കേണ്ട അവസാനമെങ്കിലും ഞങ്ങളിവിടെ വന്നിട്ട്. ഇല്ല, ഇത് ഈ ട്രിപ്പ് അല്ലാതെ അങ്ങ് പോണമ്മ. അയ്യോ എന്നൊക്കെ. അപ്പൊ ഇനി ഞങ്ങൾ സാധനം മേടിക്കാൻ പോവാണ്. പോകുമ്പോ ഇടാനുള്ള തണുപ്പത്തിടാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ, ഡ്രസ്സും ഒക്കെ മേടിച്ചിട്ട് വരാം. ഇവിടെ ഇരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിനക്ക് അറിയാമല്ലോ, ചെസ്റ്റിലെ കൂടെ തണുപ്പടിക്കാതെ ശ്രദ്ധിക്കണം രണ്ടുപേരും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഷോപ്പിങ്ങിന് പോവാടാ. മുഖം മൂടാനുള്ള ഒന്നും വേണ്ടേ? മുഖം മൂടാൻ എന്താ മുഖം മൂടിയോ? നോക്കാം. ഇപ്പം ഡൽഹിയില് ഒരു രാവിലെയൊക്കെ ഞാൻ നോക്കിയപ്പോ ഒരു 20 ഡിഗ്രിയിലൊക്കെ നിൽക്കുകയാണ്. പക്ഷെ രാത്രി 11 ഡിഗ്രി 10 ഡിഗ്രി ഒക്കെയാണ് നിൽക്കുന്നത്. 2 ഡിഗ്രി നമ്മൾ നിന്നിട്ട്. അതെ അതെ, ഡിസംബർ എന്റെ ഇപ്പം കുറച്ചുകൂടെ കഴിയുമ്പോ അത്രയും ആവും. ജനുവരി ഫസ്റ്റ് വീക്ക് ഒക്കെ ആവും. പിന്നെ വെച്ചാൽ ഡൽഹിയിലാണ് പോയി ഇറങ്ങണം, പൊല്യൂഷന്റെ കേന്ദ്രം. പൊല്യൂഷൻ ഇല്ലാതെ ഇവിടെ ഉണ്ട്. ഈ നമ്പർ 1 എന്ന് പറഞ്ഞ കേരളത്തിൽ പൊല്യൂഷൻ ഇല്ലേ? പക്ഷെ ഇത് 700. അതായത് ഞങ്ങൾ ഓരോ ദിവസവും 15 സിഗരറ്റ് വീതം വലിക്കും അവിടെ. അതിന്റെ ഇക്വലന്റ് ആണ് സുഹൃത്തുക്കളെ ഡൽഹിയിലെ ശ്വാസം. ഒരുപാടുണ്ട് നമുക്ക്. അത് മേടിക്കാം. ഓക്കെ ഗൈസ്, അപ്പോ ഞങ്ങൾ ഇനി പോയി ഷോപ്പ് ചെയ്യട്ടെ. ഒരു ഐഡിയ ഇല്ലാതെ വണ്ടി എടുത്ത് നേരെ നമ്മൾ വന്നത് ഡെക്കാത്തലോണിലോട്ടാണ് ഗൈസ്. ഡെക്കാത്തലോണിൽ ക്രിസ്മസ് അപ്പൂപ്പനെ കണ്ട് നേരെ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളിത് എന്ത് വാങ്ങും എന്നറിയാൻ നിന്നപ്പോ ഇത് ആരാ നോക്കും ഗൈസ്. എടാ ഓടല്ലടാ അഖിലേ. എടാ ഞാൻ നാളെ രാവിലെ ഡൽഹിക്ക് പോണം. നമ്മള് മഞ്ഞ് കാണാൻ പോവേണ്. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വന്നതാണ്. അപ്പൊ തണുപ്പത്തിടാനായിട്ടുള്ള സാധനം എനിക്കും എവ കൂടെ എടുക്കണം. ഉണ്ട സാധനം പിന്നല്ല. അളിയനെ പരിചയപ്പെടുത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ, ഡൽഹി കാര്യങ്ങൾ അരച്ച് കളിക്കിട്ട് നിക്കണം എന്നാണ് ഞാൻ പറയണത്. ഉള്ള തന്നെടാ ആണല്ലേ? എടാ പക്ഷെ എന്തരടാ ആണോ? ഓ അളിയടാ, നമ്മള് ഈ സ്നോ ഉള്ള സ്ഥലം നോക്കി പോവുകയാണ്. അപ്പൊ അതിന് നമുക്ക് തണുത്ത് ചാവാതിരിക്കാൻ കുറച്ച് ഡ്രസ്സ് വേണം. സെറ്റ് ആവുമോ? രണ്ടാക്കും വേണം. അതെ, എവള് ഞാനും ആദ്യമായിട്ട് മഞ്ഞ് കാണാൻ പോവുകയാണ്. അപ്പൊ ബാ തുണി നോക്കാം. നീ ഇവിടെ കാണുമല്ലേ? ഓക്കെ, സെറ്റ്. അപ്പം നമ്മൾ തണുപ്പത്തിരാൾ ഡ്രസ്സ് നോക്കട്ടെ. ഇങ്ങനത്തെയൊക്കെ സാധനമാണെങ്കിൽ രസമായിരിക്കും കേട്ടാടാ. അയ്യോ പ്രതിമ വരും. എടുക്കാടാ ഗൈസ്. അപ്പം ബേസിക്കലി നമുക്ക് ഹെവി മഞ്ഞ് പോവുകയാണെങ്കിൽ നമുക്ക് അകത്ത് ഒരു തെർമൽസ് വേണം, പിന്നെ പുറത്ത് നമ്മളെ നോർമൽ ക്ലോത്ത്സ്. ഇത് നോർമൽ സ്വെറ്റർ അല്ലേ? ഇത് ഫ്ലീസ് ജാക്കറ്റാ. ഫ്ലീസ് ജാക്കറ്റ് ഇതാണ് നോർമലി ഞാൻ ഡൽഹിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇത്ര ഇടുവോളായിരുന്നു. മറ്റേ ഓക്കെ, അപ്പൊ ഇത് ഞങ്ങൾക്ക് 2 പേർക്ക് സെറ്റ് ആക്കി. ഓക്കെ ഗൈസ്, അപ്പൊ എല്ലാം എടുക്കട്ടെ നമ്മള്. ഇത് ആരാ ഇത്? മഞ്ഞ റാണിയോ? കൊള്ളാവോ? ഇഷ്ടപ്പെട്ടാ? ചൂട് കിട്ടുന്നുണ്ടോ അതിനകത്ത്? ഇവിടെ തണുപ്പടിക്കണം. നമുക്ക് ഗ്ലൗസ് മേടിക്കാം. തെർമൽസ് കൂടെ വരുമ്പോഴാടി അത് ശരിക്കും ഹീറ്റ് ആവണത്. ഓക്കെ അല്ലേ? ഓക്കെ. തിളക്കുന്നീന്ന് ഇവിടെ നിന്ന്. ജാക്കറ്റ് ഏത് കളർ വേണം? ഫ്യൂച്ചറും കൂടെ യൂസ്ഫുൾ ആണെങ്കിൽ വാട്ടർ പ്രൂഫ് ആയിരിക്കും നല്ലത്. ആണോ? ഈ അതാണോ വാട്ടർ? കിടന്ന് മേയണം. ഓ ഇതാ അത് വാട്ടർ പ്രൂഫ് അല്ലെന്ന് തോന്നുന്നു. അതും വാട്ടർ പ്രൂഫ് ആണ്. ഓ ഓക്കെ 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 ഓക്കെ. നമുക്ക് 0 to -10 വരെ പോകുന്ന ജാക്കറ്റാ. ഓ ഓക്കെ ഓക്കെ. എല്ലാ ലെയർക്കും ശേഷം ഇനി ഒരു ഇഗ്ലൂന്റെ അകത്തൂടെ നിന്ന് കഴിഞ്ഞാ സെറ്റ്. മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും. ഇനി ഇതിന്റെ അകത്തൊരു തെർമൽ സൂട്ട് ഇട്ട് കഴിഞ്ഞാൽ മഞ്ഞ് നമ്മളെ ബാധിക്കൂലല്ലോ, സ്നോ. ഓക്കെ, ചെറിയൊരു ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, പൊതിഞ്ഞു വെച്ചേ. അതെ അതെ, അറിയൂലടി ആരും വണ്ണം വെച്ച് കഴിഞ്ഞാല്. ഇതിന്റെ ചെറുത് ട്രൈ ചെയ്യണോ? ഇത് ഓക്കെ ആണോ? സെറ്റ്. ഉഫ് ഗൈസ്, വളരെ ചുരുക്ക സമയത്തിനുള്ളിൽ കൊള്ളാം. ഇത് സെറ്റ്. അപ്പൊ ഇനി ഒരു തെർമൽ സൂട്ട് എടുത്തോ ബ്രോ. ഞാനും ഇതുപോലത്തെ വേറെ കളർ നോക്കി എടുക്കാം ഗൈസ്. ഇതൊക്കെ ഇട്ടിട്ട് പോയിട്ട് മഞ്ഞ് കാണാതെ വരണമെങ്കിൽ അവസ്ഥയാണ് ഞാൻ ആലോചിക്കണത്. ഇനി നമുക്ക് ഉത്തരാഖണ്ഡോ ഹിമാചലോ മഞ്ഞ് കിട്ടിയില്ലെങ്കിൽ മഞ്ഞ് ഉള്ളിടം വരെ നമ്മൾ പോകും ഗൈസ്. അത് ഞങ്ങൾക്ക് കാരണം വാക്കാണ്. മഞ്ഞ് കണ്ടിട്ടേ ഈ യാത്ര തിരിച്ചു വരെ ഉള്ളൂ. ഉണ്ട്. ചെറുത്. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് ഉരുട്ടി എടുക്കണം. മറ്റേ ഒരു മുതുക്ക് ഉണ്ട എടുത്തിട്ട് വണ്ടി വേണം.
കോരി എടുക്കാനല്ലേ. അതുപോലെ എനിക്ക് മറ്റേ മുട്ടൻ മഞ്ഞ് വേണം. അത് പറക്കി ഇത്ര വലിയ കനമുള്ള ഉണ്ടയാക്കി എനിക്ക് എറിയണമെങ്കിൽ എന്നാലേ എനിക്ക് സമ്മാനം കിട്ടുള്ളൂ. കാശ്മീരിൽ അങ്ങനെ കിട്ടും അല്ലേ? മഞ്ഞ് നമുക്ക് ഹിമാചലിലും ഉത്തരാഖണ്ഡിലും കിട്ടിയില്ലെങ്കിൽ കാശ്മീർ വരെ പോകാൻ ഞാൻ തയ്യാറാണ് സുഹൃത്തുക്കളെ. ഈശ്വര എന്തൊരാവാൻ പോണോ എന്തോ. എന്തായാലും തണുപ്പടിക്കരുത്, അത്രയാണ് മെയിൻ ആയിട്ടുള്ളത്. ഇനി എനിക്ക് എടുക്കാം ഗൈസ്. ഞാനൊരു ഓറഞ്ച് കളർ സ്വെറ്റർ എടുത്തു. ഞാനിതിൽ പ്ലച്ചനെ ഇരിക്കുന്നു എന്നുള്ള പ്രതീക്ഷയിലാണ് ഇത് എടുത്തത്. പിന്നെ ഇതിന്റെ കൂടെ മറ്റേ ഇങ്ങനെ തലയിലുള്ള അവളിട്ട സാധനം ജാക്കറ്റ്, ഒരു ജാക്കറ്റ് കൂടെ വേണം ഗൈസ്. അപ്പൊ ജാക്കറ്റ് കൂടെ ഒരെണ്ണം നല്ലതൊരെണ്ണം കണ്ടുപിടിക്കും. ഇതെങ്ങനെയുണ്ട്, കൊള്ളാവോ? ഒരു ജാക്കറ്റ് കൂടെ കണ്ടുപിടിക്കട്ടെ ഗൈസ്. നമ്മുടെ മൊബിലിറ്റി ഒന്ന് കുറയ്ക്കും കേട്ടാ. ഇത്രയും ഇത് ഏത് സൈസാണ്? ലാർജ് ആണ്. ഇതിന്റെ ഒരു എക്സലും കൂടെ ഇട്ട് നോക്കാം ഗൈസ്. പക്ഷെ ഇതെങ്ങനെയുണ്ട്, കണ്ടിട്ട് എങ്ങനെയുണ്ട്? കൊള്ളൂല അങ്ങനെ ഇരിക്കണം. വലുതാണോ സൈസ്? നോർമൽ ലാർജിനെക്കാട്ടും കുറച്ച് വലുതാണ് ഇതല്ലേ? ഓക്കെ. ഇതിന്റെ അടുത്ത സൈസ് കൂടെ ഇട്ട് നോക്കാം ഗൈസ്. ഇത് കുറച്ചുകൂടെ സൈസ് കറക്റ്റ് ആണ്. മൂവ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. കളർ ഓക്കെ ആണ് അത്. മൾട്ടി പർപ്പസ്. ഒരു ആംഗിളിൽ കൂടെ തണുപ്പ് ഉള്ളിൽ കയറാൻ പാടില്ല. നമ്മൾ ഇങ്ങനെ ഇരിക്കും. കാരണം തണുപ്പടിച്ച് പനി വരുത്താൻ എനിക്ക് വയ്യ ഗൈസ്. അപ്പൊ ഇതാകുമ്പോഴത്തേക്കും ഇവിടെ ഇതെങ്ങനെ ഡിസൈൻ ഇത് മതിയാ? കുഴപ്പമില്ലല്ലോ. ഓക്കെ ഗൈസ്. എന്നിട്ട് സ്നോ ഏഞ്ചൽ ഉണ്ടാക്കാം നമുക്ക്. ആണല്ലേ ഗൈസ്? പൊളിക്കും ഗൈസ് നമ്മള്. മഞ്ഞത്തോന്തോ ഗൈസ്. അതിന്റെ കൂടെ തെർമൽസും എടുത്ത്. ഇതാണെങ്കിൽ ബോഡി ഹഗ്ഗിങ് ആയിട്ട് ഏറ്റവും അടിയിലത്തെ ലെയറിൽ ഇടുന്നതാണ്. അപ്പൊ ഇതിടുമ്പോ തന്നെ അത്യാവശ്യം ഹീറ്റ് നമുക്ക് ബോഡിക്ക് കിട്ടും. അത് താഴോട്ടും മേളിലോട്ടും ഒരെണ്ണം എടുത്തു. ആഹാ, ഇതാണ് ഭംഗിയടാ. ഇതെടുക്കാം. അതെ ഗൈസ്, മേളിലൊരു മുട്ടയൊക്കെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഒരു ഉണ്ടല്ലേ? എനിക്ക് ഇനി പറഞ്ഞ ഇത് ഓക്കെയാണോ എനക്ക്? അല്ലേ? അപ്പൊ വേറൊരെണ്ണം കണ്ടുപിടിക്കട്ടെ ഗൈസ്. ഞാനും ഉണ്ടായി. എങ്ങനെയുണ്ട്? കൊള്ളാമോ? തിത്തില് കുട്ടി അമ്മായി ഉണ്ടല്ലോ. കോമാ കോമാ കോമാ. ഇത് സെറ്റാണോ അവിടെ? അതാ വേറെ നോക്കാം. സെറ്റാണോ? ഓക്കെ ഗൈസ്. വാ കവർ ചെയ്ത് വായും കഴുത്തും കവർ ചെയ്യുന്ന ഒരു സാധനം എടുത്ത്. ആരാടാ നീ? എന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ സുഹൃത്തുക്കളെ? ഞാനാണ് അൽ കാർത്തിക് സൂര്യ. സ്പൈ. ഇനി നേരെ ദുരന്തർ സിനിമയിലോട്ട്. വേറെ ഒന്നും നോക്കാല്ല. അടുത്ത പാർട്ടി ഞാൻ തന്നെ. സഞ്ജയ് ദത്തിന്റെ പണി കൊടുക്കാൻ പോണത് ഞാനായിരിക്കും ഗൈസ്. കൊള്ളാല്ലേ? പീസ് ഔട്ട്. കോനാബി ബലബല കപ്പല് മയ്യത്തു. ആഹാ, പൊളിച്ച്. ഇപ്പൊ നല്ല ചൂടായില്ലേ തല? ഇനി തണുപ്പ് അകത്ത് കേറണമെങ്കിൽ തണുപ്പിന്റെ വിധിയാണ്. അവിടെ ചെല്ലുമ്പോ മഞ്ഞൊന്നുമില്ല, മൊട്ടം വെയിലത്ത്. കാശ്മീരിലെ തണുപ്പ് തന്നെ അല്ലേ? എടി അപ്പൊ കാശ്മീരിൽ പോവേണ്ടി വരുമോ നമ്മള്? പറഞ്ഞു ഇതിപ്പോ എവിടെ എത്തും ഗൈസ് നമ്മള്? ആരാ? നൈസ് ടു മീറ്റ് യു. ഇതുപോലത്തെ ഒരു ലെയർ അകത്തിട്ടിട്ട് അതിന്റെ മേലെയാണ് കേട്ടോ ഗൈസ് ഇത് ഇട്ടേക്കണത്. ഇത് വാട്ടർ പ്രൂഫും ആണ്, തണുപ്പ് പ്രൂഫും ആണ്. ഇത് നിന്റെ വിരലല്ലേ? അയ്യോ ബ്രോ, ഇതിന്ന് ചെറുതുണ്ടാ? അയ്യോ എന്റെ വിരൽ അവിടെ പോയി. നീ ആരടി മോങ്കി? കുഞ്ഞു കൈയാണല്ലേ? ഓക്കെ, അപ്പൊ അവളുടെ സൈസിനുള്ള ഒരെണ്ണം തപ്പട്ടെ. നമുക്ക് ഇവിടെ വെച്ചൊരു സബ്സ്ക്രൈബറിനെ കിട്ടി. ആണോ? ഇത് ചെറിയ ഫാനാണോ? ഞാൻ സൈഡിൽ കൂടെ ഉള്ള ഫാനാണ്. ബോഡി ബിൽഡർ ആണെന്നൊക്കെ പറയണ ഗൈസ്. എന്തോ കോമ്പറ്റീഷനെ കഴിഞ്ഞിട്ട് നിക്കുകയാണെന്ന്. ആണോ? എന്ത് കോമ്പറ്റീഷൻ ആയിരുന്നു? ഓ ഗൈസ്, മസിലൊക്കെ കാണിച്ച് എനിക്ക് വയ്യ. എവിടെ തണുപ്പുള്ളിടത്ത് പോവേല്ലേ? എവിടെ? കേദാർക്കന്ന് ട്രക്ക്. അതിനു വേണ്ടി ഷോപ്പിങ്ങിന് വന്നേക്കാണ്. നാളെയാണോ പോണത്? 5500 പാക്കേജ്, ഡെക്കാത്തലോൺ ചാർജ് 25000. ആണല്ലേ? ഈ തണുപ്പ് മാറാൻ വേണ്ടിട്ട് നമ്മള് പെടുന്ന കഷ്ടപ്പാടുകളാണ്. വാങ്ങിച്ചോ എല്ലാം? തിരിച്ചു വന്നിട്ട് ഹോസ്പിറ്റലിൽ ഇരട്ടിക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. അതെ. ഇപ്പോഴേ ജലദോഷം ഉണ്ട്. എന്നാ പോണത്? ഓൾ ദി ബെസ്റ്റ്. ഞങ്ങൾ നാളെ പോവാ. ശരി, ബൈ. പേരെന്തായിരുന്നു?
ആഹ്ലാദ. ഓ ആഹ്ലാദിപ്പിൻ. വായോ ഓടി വായോ. ശരി ബൈ ബൈ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആ കുറെ നേരം ആയല്ലടാ അതിന്റെ സൈസ് വെപ്പാൻ തുടങ്ങിയിട്ട്. ഇത് ഇട്ട് നോക്ക്. ഇത് പക്ഷെ 10 വയസ്സുള്ള പിള്ളേരുടേതാണ്. അതാണ് 10 വയസ്സുള്ള പിള്ളേരുടെ ആണെന്ന് പറഞ്ഞത്. ഇവിടെ ഗൈസ് ഏതോ ഒരു സിനിമയല്ലേ ദിലീപ് ഏട്ടൻ ഈ കീപ്പറിന്റെ ഒക്കെ ഗ്ലൗസ് ഇട്ട് നടക്കണ. ഇത് കറക്റ്റാണാ? ആ ശരി. ഇത് ഓക്കെ ആണ്. അപ്പൊ ഇതെടുത്താലാ? ഓക്കെ അപ്പൊ ഇത് സെറ്റ്. കമോൺ ഗൈസ്. ഓക്കെ ഡൺ ഗൈസ്. ഇത് കൈയും കാലും എമർജൻസി വരികയാണെങ്കിൽ ചൂടാക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ഗ്ലൗസിനകത്തും സോക്സിനകത്തും ഒട്ടിക്കാം. വാമേഴ്സ് ഇതും 2 എടുത്തു ഇരിക്കട്ടെ. നമുക്ക് തണുപ്പത്തിടാനായിട്ട് 2 പേർ സോക്സ്. അടിപൊളി. അവക്കും എനിക്കും എടുത്തിട്ടുണ്ട് ഗൈസ്. ട്രക്കിങ്ങിന് പാകമായിട്ടുള്ള കുറച്ച് ഗ്രിപ്പുള്ള ഷൂസ് അവളുടെ സൈസിന് 2 എടുത്തു. അല്ല 1 എടുത്ത് ഒരു പെയർ. സെറ്റല്ലേ? അത് ഇഷ്ടപ്പെട്ടാ? ഈ കളറിലുള്ള ഒരു പെയർ എനിക്കും എടുത്തു ഗൈസ്. പൊളിക്ക് നമ്മൾ മഞ്ഞിപ്പോയി. കമനീയമായ ഒരു ശേഖരം. ഇത് ഇത്രയും കൂടെ എത്ര രൂപ വരും നിന്റെ ഒരു ഊഹത്തില്? എന്റെ ഒരു ഊഹത്തില് ഞാൻ ഒരു 50 ഊഹിക്കുന്നു, 40 ഊഹിക്കുന്നു. നീ എത്ര ഊഹിക്കുന്നടാ? നീ എത്ര ഊഹിക്കുന്നു? സാധനങ്ങളുടെ പക്ഷെ സാധനങ്ങളുടെ എമൗണ്ട് വെച്ചിട്ടുള്ളൊരു ഊഹമാണ് കേസ് ഞാൻ പറഞ്ഞത്. അല്ലല്ല ഒരു കാല് ചവിട്ടിയിട്ട് അയ്യോ ഇലക്ട്രിക് അല്ല ഇത് തടി. എവിടെ ഫോണുണ്ട്? തിരിച്ചു വന്നാണ്. ഇതിന് പ്രത്യേകത ഉണ്ട്. ഇതിന് ഇവിടെ ചവിട്ടിന് ശേഷം നമ്മൾ ആരെങ്കിലും തുടങ്ങുകയാണെങ്കിൽ സ്റ്റാറ്റിക് ഇല്ലേ, തൊട്ട് ചിലപ്പോൾ അടിക്കും. ചെറിയൊരു സ്പാർക്ക് അടിച്ചേട്ടാ. നീ മകധീരയാവാൻ നോക്കാന്നാടാ. കണ്ട ഷോക്ക് അടിച്ച് ആണല്ലേ? എടാ നീ പ്രൊഫഷണൽ ഷൂട്ടറാണ്. എന്ത് ഷൂട്ടിംഗ് ആണ്? സ്പോർട്സ് ഷൂട്ടിങ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇന്ത്യക്ക് വേണ്ടി കുറച്ച് മെഡലുകൾ കൊണ്ടുവരിക. മെടുക്കാം. പേരെന്നത് അമൽ അല്ലേ? ഓൾ ദി ബെസ്റ്റ് അമലേ. താങ്ക് യു നമ്മളെ ഹെൽപ്പ് ചെയ്തതിന്. നീ ഇറങ്ങല്ലേ പെണ്ണെ? ഇതും വേണോ നിനക്ക്? വേണോ? ഒന്നുകൂടെ ചവിട്ടിപ്പോക്കോ. ഇതും കൂടെ ഇരിക്കട്ടത്. ഇത് വേണമെങ്കിൽ ഒരെണ്ണം മേടിച്ചു തരാടി എനക്ക്. എന്റെ പൊന്നെ കാറ്റാടിയൊക്കെ ഇപ്പൊ ഇവിടെ കിട്ടുമോ വാങ്ങാൻ? എന്തൊക്കെയാണ് ഗൈസ് ഇപ്പൊ ഡെക്കാത്ലോണിൽ ഇല്ലാത്ത സാധനങ്ങളില്ല കേട്ടാ. എത്രയാടാ? 32,042. ഓ അതെ നീയാണ് ക്ലോസ് ആയിരുന്നത്. 32,042. ഓക്കെ സെറ്റ്. നിന്റെ 40 എന്റെ 50 കാറ്റിയെടുത്ത്. 5% ഡിസ്കൗണ്ട് ഉണ്ട്. താങ്ക് യു. എനിക്ക് വേണ്ട ഗൈസ്. ഗൈസ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് 30,439. പൊളിച്ച് ഇപ്പൊ കറക്റ്റായി. എന്റെ പൊന്ന് ഗൈസ് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഒരു ചാക്ക് സാധനമായിട്ട് നമ്മൾ പോവേ ഒരു ഫീൽ ഇല്ലേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരാ ഗൈസ്. നാളെ അവിടെ പോയിട്ട് എവിടെ നിൽക്കും? നാളെ നമുക്ക് എയർപോർട്ടിൽ നിന്ന് ഗെറ്റ് റെഡി ആവാം. എന്നിട്ട് പുറത്തിറങ്ങി ഒന്ന് ഡൽഹി ജസ്റ്റ് ഒന്ന് കറങ്ങാം. നാളെ നമ്മൾ ഡൽഹിയിലായിരിക്കും. എനിക്കറിഞ്ഞൂടാ ഗൈസ്. എനിക്ക് വയ്യ. അതെ പക്ഷെ എനിക്ക് ആ കാര്യത്തിൽ സന്തോഷമാണ് കേട്ടാ. ഞാൻ നാളെ ഡൽഹി പോയാലോ? രാവിലെ പോവാം. ഞാൻ ഹാപ്പി, അവള് ഹാപ്പി. പക്ഷെ ഞങ്ങൾക്ക് 2 പേർക്ക് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യാൻ പോകണം? അപ്പോൾ എന്തെങ്കിലും കഴിക്കട്ടെ ഗൈസ്. ബസ്സൊക്കെ ഉണ്ട്. നന്ദുനെ വിളിച്ചോട്ടോ, ഉണ്ടെങ്കിൽ അവനെ കൂടെ പോക്കാം. ഓക്കെ ലെറ്റ്സ് ഗോ. ചേച്ചി ഉറങ്ങിയാ? ആണാ? ചേച്ചി രാവിലെ 5 മണിക്ക് ഞാൻ ഡൽഹിക്ക് പോകണം. ഓ മഞ്ഞ് കാണാൻ ചേച്ചി. എനിക്ക് ഒരു കയ്യിൽ മഞ്ഞുരുട്ടി എടുക്കണം. ഞങ്ങള് എവിടെ മഞ്ഞുണ്ടോ അവിടെ വരെ പോവും. ചേച്ചി ചാച്ചിക്കോ? ചേച്ചി അവളുടെ കൂടെ കട്ടക്കുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ ചേച്ചി.
ശരി ചേച്ചി ശരി കിടന്നോ ചാച്ചിക്കോ ഗുഡ് നൈറ്റ്. പാവത്തിന് ഉറക്കത്തിന്ന് വിളിച്ചോളത്തിട്ട് നീ എവിടെയോ പോവാറുണ്ട്. ഡൽഹിക്ക് പോണോ പൊക്കോ. നമ്മള് കഴക്കൂട്ടം എത്തി. നന്ദു ഇവിടെ ഉണ്ട്, അവനെ കൂടെ എടുക്കും. സുഹൃത്തുക്കളെ അതാ വിദൂരതയിൽ നിന്നും നടന്നു വരുന്നു എന്റെ നന്ദു അളിയൻ. അളിയാ എടാ ഞാനേ വരണോ? എന്താടാ എടാ ഇവിടെ ആളില്ലടേ. തിരക്കാ? നിക്കാതെ പോയി കഴിഞ്ഞാൽ പണി. എന്നാ കുഴപ്പമില്ല. എടാ നാളെ രാവിലെ നമ്മള് ഡൽഹിക്ക് പോകണം. ഭയങ്കര തണുപ്പായിരിക്കും അവിടെ. ഇവന്റെ അടുത്ത് പണ്ട് ഡൽഹിയിലെ കഥ പറഞ്ഞ ഞാൻ ഇവനെ വിളിക്കും കേട്ടോ. ഇവൻ ഡൽഹിയിൽ ഞാൻ അപ്പുറത്ത് വരാം. എന്റെ അടുത്തേ ഇവനെ വിളിക്കും. ഇവൻ ഡൽഹിയിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കാം അളിയാ എങ്ങനെ ഉണ്ടാ അവിടുത്തെ ജീവിതമൊക്കെ. പറയാ മുട്ടാൻ തണുപ്പാണ്. ഞാൻ എന്നിട്ട് വെളിയിൽ പോയി മൂത്രമൊഴിക്കാൻ പറ്റൂല. അതെന്ത് പറ്റി? പെടുക്കുകയാണെങ്കിൽ അത് ഒടിച്ച് കളഞ്ഞിട്ട് അടുത്ത് ഒടിക്കാൻ പറ്റും. ആണാളിയാ നമ്മൾ എന്തിനാണ് പോണെന്നറിയാവോ? ഞങ്ങൾക്ക് മഞ്ഞുരുട്ടി അറിയണം. അല്ല മഞ്ഞുണ്ടോ അവിടെ? എടാ ഇവിടെ മൂന്നാറിലും കൊടൈക്കനാലും എല്ലാം ആ ലെവല് മഞ്ഞല്ലടാ. നമുക്ക് മഞ്ഞി കിടന്ന് ഉരുളണം. പക്ഷെ ഡൽഹിയിലില്ല. ഡൽഹിയിൽ ആളുണ്ടല്ലോ. പക്ഷെ നമ്മൾ ആരെയും വിളിക്കണില്ല. നമ്മള് സീക്രട്ട് ആയിട്ട് പോകണം. എന്നിട്ട് പോവേണ് രാവിലെ സമയം. ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തതാണ് കേട്ടാ. അളിയ പോയി എനിക്ക് അറിഞ്ഞൂടാ. ഇനി മണാലിയെങ്കിൽ മണാലി, കാശ്മീരെങ്കിൽ കാശ്മീർ മഞ്ഞും കണ്ടിട്ടേ വരുവുള്ളൂ. പക്ഷെ നല്ല തണുപ്പായിരിക്കും കേട്ടോ. ശ്രദ്ധിച്ചു വേണം പോവാൻ. നീ അങ്ങനെ പോയിട്ടുണ്ടോ തണുപ്പത്ത്? അവൾ ആദ്യമായിട്ടാണ് മഞ്ഞ് കാണേണ്ട അല്ല, നല്ല തണുപ്പ്. 10 ഡിഗ്രി വരെ കാണാൻ പോണ ആദ്യമായിട്ടാണ് അവള്. കേരളത്തിന്റെ തണുപ്പല്ലാതെ അവള് തണുപ്പ് കണ്ടിട്ടില്ല. അതാണ് എനിക്ക് പെൺപിള്ളേർക്ക് തണുപ്പ് ഭയങ്കര സീനാണ് കേട്ടോ. ആണല്ലേ? ഒന്ന് ശ്രദ്ധിച്ചോണോ നീ. മാക്സിമം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും ഒരു നല്ലൊരു അനുഭവമായിരിക്കും. എടാ ഇത് എപ്പോ ഇത് ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒതുങ്ങുകയാണെങ്കിൽ ഞാൻ ടക്കനെ വരുവേ. കാര്യം നമ്മളെ ഭയങ്കര സീൻ. അതുകൊണ്ടാണ് എടാ എനിക്ക് ഇവനാണെങ്കിൽ കാണണമെന്നും പറഞ്ഞിരിക്കുന്നു. സംസാരിച്ചേ പറ്റൂ എന്നുള്ള അവസ്ഥ ഇരുന്നിട്ടാണ് ഞാൻ വിളിച്ചത്. ഇന്നലെ തന്നെ നീ നല്ല ലേറ്റ് ആയില്ലേ? നീ അവിടെ ഇറങ്ങി വന്നപ്പോഴേ നല്ല ലേറ്റ് ആയെന്ന് മനസ്സിലായി. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ ഒതുക്കിയിട്ട് ഇറങ്ങാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ കഴിച്ചിട്ട് വരാം. അല്ല നീ ഇത്തിരി ലേറ്റ് ആയാലും ഞാൻ അങ്ങ് വരാം. ഇല്ലെങ്കിൽ നീ അവിടെ നിന്ന് ഇറങ്ങണതിനും പോലും ഇല്ലെങ്കിൽ ഞാൻ അങ്ങ് വരാം. ശരി ഗൈസ്, വിശന്ന് കണ്ണ് കാണാൻ പോയി. ഇപ്പൊ തന്നെ 10:30 മണിയായി. നമ്മൾ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോയിട്ട് ബാക്കി പാക്കിങ്ങിലോട്ട് കിടക്കാം. കഴിച്ചിട്ട് ഗൈസ് നമ്മള് റോഡിൽ പാർക്ക് ചെയ്ത് അപ്പൊ ആ പോലീസുകാരൻ വന്ന് നൈസായിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് പോയി. അപ്പം അല്ലല്ലോ നമ്മൾ മാത്രമല്ല, നമ്മളെ കൂടെ ഉണ്ടായിരുന്നവർക്ക് എല്ലാവർക്കും എടുത്തായിരുന്നു. അതാണ്ട് അവിടെ എടുക്കാൻ പോണണ്ട. ആഹാ, ഇങ്ങനെ ആയിരിക്കണം പോലീസായി കഴിഞ്ഞാൽ. എന്തൊരു ഉത്തരവാദിത്വം. അപ്പോ ഒരു ഫൈൻ വീട്ടിൽ പാഴ്സൽ. ആ ശരിയാണല്ലേ, ഓടി വന്ന ഫോട്ടോ എടുക്കുകയാണ്. വീട്ടിൽ വന്ന് എല്ലാം കൂടെ അൺബോക്സ് ചെയ്ത് ബാഗിനകത്ത് ആക്കിയപ്പോ ഗൈസ് ഇത്രയും സാധനം ടാഗ് മാത്രം കണ്ട. ഈ ഒരു ബാഗ് കംപ്ലീറ്റ് നമ്മുടെ ലഗേജ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ബാഗ് നമ്മൾ ടെക് സാധനങ്ങൾ മാത്രം ഇടാനായിട്ട് കൊണ്ടുപോകും. അപ്പൊ അത് ഞാൻ തോളിലെടുക്കും, ഇത് വർഷ തോളിലിട്ടോളും. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് മിനിറ്റ് പാക്കിംഗ് ആണ്. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ ഇല്ലെന്ന് പോലും അറിഞ്ഞുകൂടാ. ഓരോ ഡ്രസ്സ് ഇതൊക്കെ ഉള്ളൂ. നമ്മൾ നാളെ രാവിലെ 5:30 ഫ്ലൈറ്റ് എടുക്കും. 5:10 തോന്നുന്നു ഫ്ലൈറ്റ് എടുക്കണം. അപ്പോൾ നമ്മളൊരു 3:30 എയർപോർട്ടിൽ എത്തണം. ഇപ്പൊ 1:30 മണിയായി. ഇപ്പൊ 2:30, 3. അപ്പൊ ഒരു 1.5 മണിക്കൂറുണ്ട്. 1.5 മണിക്കൂർ ഉറക്കം കിട്ടുമോ അറിഞ്ഞൂടാ. ഉറങ്ങാൻ ശ്രമിച്ചിട്ട് നമ്മൾ 3:30 എഴുന്നേറ്റ് നമ്മൾ യാത്രയാവാൻ പോകുന്നതായിരിക്കും ഗൈസ്. അയ്യോ ഭഗവാനെ, ഒരു നല്ല റൂട്ടിൽ തന്നെ എത്തിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങട്ടെ ഗൈസ്. അപ്പോ ഗുഡ് നൈറ്റ്, നാളെ കാണാം. ടാറ്റ കൊടുക്കുക. ബൈ ബൈ ഗൈസ്.